ഹായ് ഹലോ എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗ്യാസ് ലോസ്, വാതക നിയമം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ഗ്യാസ് ലോസ് അല്ലെങ്കിൽ വാതക നിയമം എന്ന് പറയുന്ന ടോപ്പിക്ക്, ആ ടോപ്പിക്ക് എങ്ങനെയാണ് മോൾ കൺസെപ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നതും എന്നുള്ളൊരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇത് വരുന്നത്. അപ്പോൾ എന്താണ് ഗ്യാസ് ലോ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിച്ചു പോകാം അല്ലേ. റെഡി അല്ലേ? അപ്പോൾ എന്താണ് ഗ്യാസ്, എന്തൊക്കെയാണ് വാതകങ്ങളുടെ പ്രത്യേകത? ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ്. വാതകങ്ങളുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്, പദാർത്ഥങ്ങളിലെ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെയുള്ള നമ്മുടെ ഭൂമിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പദാർത്ഥങ്ങളിൽ തന്നെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള ഫിസിക്കൽ സ്റ്റേറ്റാണ്, ഭൗതികാവസ്ഥയാണ് വാതകങ്ങൾ എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളെ നമുക്ക് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ ഭൗതികാവസ്ഥകളിൽ ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള അവസ്ഥയാണ് വാതകാവസ്ഥ എന്ന് പറയുന്നത്. ലൈറ്റസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ മാറ്റർ ഈസ് കോൾഡ് ഗ്യാസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഹീലിയം വാതകത്തിന് അന്തരീക്ഷ വായുവിനെക്കാട്ടിലും സാന്ദ്രത കുറവാണ്. അതുകൊണ്ടാണ് ഹീലിയം ബലൂണുകൾ ഉയരത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വാതകങ്ങളുടെ സാന്ദ്രതയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായിട്ട് തന്നിട്ടുള്ളത്. ഇനി വാതകങ്ങൾ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന, നമ്മുടെ അടുത്തൂടെയൊക്കെ പോകുന്ന ഈ അന്തരീക്ഷ വായുവിൽ പലതരത്തിലുള്ള വാതകങ്ങളുണ്ട്. സാധാരണ താപനിലയിൽ വാതകാവസ്ഥയിൽ നിലനിൽക്കുന്ന ആളുകളെയാണ് നമ്മളൊരു വാതകമായിട്ട് കണക്കാക്കുക. അപ്പം അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മീഥൈന്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ തന്നെയും വാതകങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ് വാതക തന്മാത്രകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? തന്മാത്രകൾ തമ്മിലുള്ള അകലമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തന്മാത്രകൾ തമ്മിലുള്ള ഒരു അകലം എന്ന് പറയുന്നത് വാതകാവസ്ഥയിൽ വളരെ വളരെ കൂടുതലായിരിക്കും. ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൊരു പിക്ചറാണ് അല്ലേ. ഖരം എന്ന് പറയുമ്പോൾ തന്മാത്രകൾ ഇത്രയും അടുത്താണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അറിയാം, തന്മാത്രകൾ ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് കുറവായിരിക്കും. സഞ്ചാര സ്വാതന്ത്ര്യം തന്മാത്രകൾക്ക് കുറവായിരിക്കും. സഞ്ചരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് എനർജി കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഓരോരോ തന്മാത്രകളുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഖരാവസ്ഥയിൽ കുറവാണ്. ഇനി നമ്മൾ ദ്രാവകാവസ്ഥയിലേക്ക് പോകുമ്പോൾ മോളിക്യൂളുകൾ ഇത്തിരിയൂടെ ഇടവിട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ട്, ഇവർക്ക് കുറച്ചുകൂടെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഇവർക്ക് ഖരാവസ്ഥയിലുള്ള തന്മാത്രകളെക്കാട്ടിലും കുറച്ചുകൂടെ എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി വാതകങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നോക്കിയ തന്മാത്രകൾ തമ്മിൽ വളരെ വളരെ അകലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഖരാവസ്ഥയിൽ തന്മാത്രകൾ ഇത്രയും അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ദ്രാവകാവസ്ഥയിൽ അത് കുറച്ചും കൂടെ കുറഞ്ഞു, വാതകാവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കിനും ആകർഷണ ബലം വളരെ കുറവാണ്, സഞ്ചാര സ്വാതന്ത്ര്യം വളരെ വളരെ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. തന്മാത്രകൾ തമ്മിലുള്ള അകലവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തു പോകാനുള്ള കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്, തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലാണ് വാതകത്തിന്. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ വളരെ കൂടുതലാണ്, തന്മാത്രകളുടെ ഊർജ്ജവും വളരെ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്. വാതകങ്ങളെക്കുറിച്ച് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് കൈനറ്റിക് മോളിക്യുലാർ തിയറി അഥവാ ഗതിക തന്മാത്രാ സിദ്ധാന്തം. ഈ ഗ്യാസിലെ തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ ഒരു തിയറി, ഈ ഗതിക തന്മാത്രാ സിദ്ധാന്തം എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ല്, ലുഡ്വിഗ് ബോൾട്സ്മാൻ എന്നിവർ ചേർന്നിട്ടാണ്. വാതകങ്ങൾ സൂക്ഷ്മകണികകളായിട്ടുള്ള ആറ്റങ്ങളും തന്മാത്രകളും ഒക്കെ ചേർന്ന് നിർമ്മിതമായിട്ടുള്ളവയാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ തന്മാത്രകളുടെ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ നിസാരമാണ് എന്ന് ഗതിക തന്മാത്രാ സിദ്ധാന്തം പറയുന്നു. അതായത് ഒരു വാതകത്തിന് നമ്മളൊരു പാത്രത്തുമ്പോൾ അങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്, മൊത്തത്തിലുള്ള ഈ പാത്രത്തിൻ്റെ വോളിയം ഒരു 5 ലിറ്റർ ആണെന്നിരിക്കട്ടെ,
പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മോളിക്യൂള് ഇരിക്കാൻ ആവശ്യപ്പെടുന്ന ആ ഒരു വോളിയം എന്ന് പറയുന്നത് വളരെ വളരെ നിസാരമാണ്. കാരണം മോളിക്യൂൾ തമ്മിൽ അത്രയും അകലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തന്മാത്രകൾക്കിടയിലെ അകലം കുറച്ച് വാതകത്തിൻ്റെ വ്യാപ്തം കുറയ്ക്കാനായിട്ട് ഇവിടെ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഖരത്തിന് അത് സാധിക്കുമോ? ഖരത്തിനെ നമുക്കിനി കംപ്രസ് ചെയ്യാൻ പറ്റൂല അല്ലേ? അതിലെ തന്മാത്രകളെ ഇനി അടുത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ദ്രാവകത്തിന് കുറച്ചൊക്കെ പറ്റും, പക്ഷെ വാതകത്തിന് അങ്ങനെയല്ല. ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അകലമുള്ളത് കൊണ്ട് ഒരു നല്ല പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തന്മാത്രകളെ കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും, കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കംപ്രസബിലിറ്റി ഉള്ള ആളുകളാണ് വാതകങ്ങൾ എന്ന് മനസ്സിലാക്കാം. തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസിനകത്തുള്ള തന്മാത്രകൾ പല പല ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലനത്തിനിടയിൽ തന്മാത്രകൾ തമ്മിലും ഇവർ പാത്രത്തിൻ്റെ ഏത് പാത്രത്തിലാണോ വാതകത്തെ നിറച്ചേക്കണേ ആ പാത്രത്തിൻ്റെ ഭിത്തിയിലും കൂട്ടിമുട്ടുന്നുണ്ട്. ഇത്തരത്തിൽ പാത്രത്തിൻ്റെ ഭിത്തിയിൽ തന്മാത്രകൾ വന്നിങ്ങനെ ഇടിക്കുന്ന സമയത്ത് ഒരു ബലം കൊടുക്കും അല്ലേ? അതാണ് വാതകമർദ്ദം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രഷർ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലൊരു ഇതൊക്കെ തന്മാത്രയാണെന്ന് വിചാരിക്കുക. ഈ തന്മാത്രയിൽ ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് തന്മാത്രകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ തന്മാത്രകൾ പരസ്പരവും വന്ന് പടപടാന്ന് കൂട്ടിയിടിയും. അതേപോലെ തന്നെ ഇത് പോയിട്ട് ഈ നിറച്ചു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഈ ഒരു ചുമരുകളിലും പോയിട്ട് കൂട്ടിയിടിക്കും. അങ്ങനെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങളിൽ ആ ഒരു ഭിത്തിയിൽ പോയിട്ട് ഈ വാതക തന്മാത്രകൾ തട്ടുന്ന സമയത്ത് അത് ഏൽപ്പിക്കുന്ന മർദ്ദത്തെയാണ് ആ വാതകത്തിൻ്റെ മർദ്ദം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പാത്രത്തിൻ്റെ ഭിത്തിയിൽ തന്മാത്രകൾ ഏൽപ്പിക്കുന്ന ബലമാണ് വാതകമർദ്ദം എന്ന് മനസ്സിലാക്കാം. തന്മാത്രകൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കൊളിഷൻ, ആ കൂട്ടിമുട്ടൽ എന്ന് പറയുന്നത് ഇലാസ്തികമാണ്. എന്താ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വലിച്ചു വിടാൻ പറ്റുന്ന സാധനം എന്നാണ് അർത്ഥം. എന്താണ് ഇലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല എന്നർത്ഥം. ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വെച്ചാൽ അതിനർത്ഥം രണ്ട് തന്മാത്രകൾ വന്ന് തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഈ തന്മാത്രയ്ക്ക് ഒരു ഊർജ്ജമുണ്ട്, ഈ തന്മാത്രയ്ക്ക് ഒരു ഊർജ്ജമുണ്ട്, ശരിയല്ലേ? ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഈ തന്മാത്രകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എവിടെയും ആ ഒരു എനർജി ലോസ് ആയിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള കൊളിഷനുകളെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻസ് എന്ന് വിളിക്കുക. വാതക തന്മാത്രകൾ തമ്മിലുള്ള ഈ കൊളിഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഊർജ്ജ നഷ്ടം സംഭവിക്കാത്തവയാണ്, അത് ഇലാസ്തികമാണ്. തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം അതിൻ്റെ താപനിലയ്ക്ക് അനുപാതത്തിലാണ്. ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അറ്റൈൻ ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ മോളിക്യൂളുകൾക്ക് സഞ്ചരിക്കാൻ കുറച്ചുകൂടെ എനർജി കൂടും അല്ലേ? ടെമ്പറേച്ചർ കുറച്ചും കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും? ഇവർക്ക് കുറച്ചുകൂടെ എനർജി ലഭിക്കും. എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവർ കൂടുതലായിട്ട് പരസ്പരം കൂട്ടിയിടിക്കും അല്ലേ? മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൈനറ്റിക് എനർജി കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കുറച്ച് പൊതു സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം വാതകത്തിൻ്റെ വ്യാപ്തം. വാതകത്തിൻ്റെ വ്യാപ്തത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു ദ്രാവകം അല്ലെങ്കിൽ ഒരു ഖരം അതിന് സ്ഥിരമായിട്ടുള്ളൊരു വ്യാപ്തമാണുള്ളത്. പക്ഷേ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിനെ ഏത് പാത്രത്തിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്നോ അതാണ് വാതകത്തിൻ്റെ വ്യാപ്തം. ഓക്കെ, 1 ലിറ്റർ ഓക്സിജനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ 5 ലിറ്ററിൻ്റെ കുപ്പിയിൽ 2 ലിറ്ററിൻ്റെ കുപ്പിയിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ 2 ലിറ്ററിനകത്തും ഓക്സിജൻ എന്ത് ചെയ്യും? നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേസമയം നമുക്ക് 1 ലിറ്റർ എണ്ണ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് 5 ലിറ്ററിൻ്റെ പെട്ടിക്കകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് 5 ലിറ്റർ എണ്ണയായിട്ട് മാറുമോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താണ്? ഒരു പദാർത്ഥം സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ വ്യാപ്തം. അതിനെ നമ്മൾ ലിറ്റർ, മില്ലി ലിറ്റർ, സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ് ഇവയിലൊക്കെ അളക്കുന്നു. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ml ആണ്. അതിനെ 1 ലിറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നു. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ അത് 1000 ml ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നോക്കിയേ, വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ ആണ്. കണ്ടോ, വാതകത്തിന് സ്ഥിരമായിട്ടൊരു വ്യാപ്തമില്ല. വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമാണ് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്യാസിൻ്റെ മർദ്ദം അഥവാ പ്രഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് അതിൻ്റെ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ,
ഒരു യൂണിറ്റ് പരപ്പളവിൽ, അതായത് മൊത്തത്തിലുള്ള പ്രഷർ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. വാതകത്തിൻ്റെ മർദ്ദത്തെക്കുറിച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഈ വാതക തന്മാത്രകൾ അത് അടങ്ങിയിരിക്കുന്ന പാത്രത്തിൻ്റെ ഭിത്തിയിൽ വന്ന് ഇടിക്കുന്ന സമയത്താണ് മർദ്ദം അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതിനെയാണ് മർദ്ദം എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതിലെ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മർദ്ദം നമുക്ക് ലഭിക്കുന്നു. വാതകമർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാനോമീറ്റർ ആണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ യൂണിറ്റുകൾ അന്തരീക്ഷ മർദ്ദം അഥവാ ATM, 1 ATM 2 ATM പ്രഷർ എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ പാസ്കലിൽ നമ്മൾ അളക്കുന്നു. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. ഒരു പാസ്കൽ എന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 ATM എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വാതകങ്ങളുടെ മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് നാനോമീറ്റർ എന്ന് പറഞ്ഞു അല്ലേ? മാനോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കിയേ, ആ മാനോമീറ്ററിൻ്റെ വിവിധതരം രൂപങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഇതൊക്കെ നമുക്ക് വാതകത്തിൻ്റെ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ്. അടുത്തായിട്ട് വാതകത്തിൻ്റെ താപനിലയെ കുറിച്ചിട്ടാണ്. വാതകത്തിൻ്റെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്? നമുക്കറിയാം, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള കൈനറ്റിക് എനർജിയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? തന്മാത്രകളുടെ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. വാതകം ചൂടാകുമ്പോൾ തന്മാത്രകൾക്ക് കുറച്ചും കൂടെ ഗതികോർജ്ജം കിട്ടും, കുറച്ചുകൂടെ എനർജി കിട്ടും, കുറച്ചുകൂടെ മൂവ് ചെയ്യും, താപനില വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ, ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം 273 കൂട്ടുക. ഒരു സാധനം 10 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് അറിയുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 273 കൂട്ടുക. അപ്പോൾ 283 കെൽവിനിലാണ് ഇതിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ 273 കൂടിയാൽ കെൽവിൻ കിട്ടുന്നു. അപ്പോൾ വാതകം എന്താണെന്നും വാതകത്തെ കുറിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു വാതക നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ വാതക നിയമമാണ് ബോയിൽ നിയമം അഥവാ ബോയിൽസ് ലോ. എന്താണ് ബോയിൽസ് ലോ പറയുന്നത്? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽസ് ലോ. മർദ്ദം, പ്രഷറും വ്യാപ്തം, വോളിയവും തമ്മിലുള്ള ബന്ധമാണ് എന്ത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ, താപനിലയെ ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. അങ്ങനെ സ്ഥിരമായി വെച്ച ശേഷം ഒരു നിശ്ചിത മാസ്, ഒരു കൃത്യമായിട്ടുള്ളൊരു മാസ് വാതകത്തിൻ്റെ വ്യാപ്തം നമ്മൾ എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഈ വ്യാപ്തവും അതേപോലെ തന്നെ വാതകത്തിൻ്റെ മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു പാത്രത്തിനകത്ത് നമ്മൾ 1 ലിറ്റർ എന്തെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ എടുത്തേക്കണം. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു പിസ്റ്റൺ ഘടിപ്പിച്ചു. എന്നിട്ട് നമ്മളിതിനെ അകത്തേക്ക് ഇങ്ങനെ അമർത്താൻ പോവുകയാണ്. പ്രഷർ കൊടുക്കുകയാണ് നമ്മൾ. ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ലോജിക്കലി പ്രഷർ കൂട്ടുന്ന സമയത്ത് ഈ പിസ്റ്റൺ താഴേക്ക് പോകും അല്ലേ? അപ്പോൾ ഈ 1 ലിറ്ററിൽ ഇരുന്നുകൊണ്ടിരുന്ന ഗ്യാസ് കുറച്ചുകൂടി ഇങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ട് ഈ തന്മാത്രകൾ അടുത്തടുത്തിരിക്കും. ഓക്കെ, പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞില്ലേ? ടെമ്പറേച്ചർ ആ സമയത്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. കാരണം ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഈ ഗതികോർജ്ജം മാറും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് വിട്. അല്ലാതെ ടെമ്പറേച്ചറിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ഒരു നിശ്ചിത വോളിയം ഓഫ് ഗ്യാസിൽ പ്രഷർ നമ്മൾ കൂട്ടുമ്പോൾ അതിൻ്റെ വോളിയം കുറയുന്നു. ലോജിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവന തന്നെ അത് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം വോളിയം എന്ന് പറയുന്നത് പ്രഷറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ്. V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P. ഈ പ്രൊപ്പോർഷണൽ ഇങ്ങനെ ഇരിക്കണം നമുക്ക് ഇഷ്ടമല്ല. അവിടെ നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ഈക്വൽ ടു ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? V ഈക്വൽ ടു 1/P എന്ന് കിട്ടും. കണ്ടോ? V ഈക്വൽ ടു 1/P. ഇപ്പോൾ ഇവിടെ പ്രൊപ്പോർഷൻ സൈൻ മാറ്റി ഈക്വൽ ടു ആക്കിയത് കൊണ്ട് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റിനെ ഇട്ട് കൊടുക്കാം. ഇനി ഡിവൈഡഡ് ബൈ P ഇരിക്കുന്നത് എന്തോ ഒരു സൂക്കുറവ്. അപ്പോൾ ഡിവൈഡഡിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ PV ഈക്വൽ ടു K എന്ന് കിട്ടും. അതായത് പ്രഷർ ഇൻറ്റു വോളിയം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ പാത്രത്തിനകത്ത് ഉള്ള 1 ലിറ്റർ, ഇതിനകത്ത് ഒരു ATM പ്രഷർ ഉണ്ടെങ്കിൽ ഇതിനകത്തെ P ഇൻറ്റു V ഈക്വൽ ടു ഇപ്പോൾ P1 ഇൻറ്റു V1. അതെന്ന് പറയുന്നത് ഈ പാത്രത്തിൽ ഒരു പ്രഷർ ഉണ്ടാവും, അത് P2. ഈ പാത്രത്തിൽ മറ്റൊരു വോളിയം ഉണ്ടാവും, അത് V2 അല്ലേ? അപ്പോൾ P1 V1 ഈക്വൽ ടു P2 V2 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, P1 V1 ഈക്വൽ ടു P2 V2. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ നോക്കിയേ, ഇതാണ്ടോ 4 ATM പ്രഷറിൽ 5 ലിറ്റർ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്യാണ്. 10 ATM പ്രഷർ നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായിട്ട് മാറി? 2 ലിറ്ററായിട്ട് മാറി. അപ്പോൾ നോക്കിയേ, PVയുടെ ടേബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രഷർ 2 ആകുമ്പോൾ വോളിയം 10, ഇവിടെ 4 ആകുമ്പോൾ ഇവിടെ 5, ഇവിടെ 10 ആകുമ്പോൾ ഇവിടെ 2. ഇതെല്ലാം ഇൻറ്റു ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 20, ഇവിടെയും 20, ഇവിടെയും 20. കണ്ടോ? PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് ലഭിക്കുന്നു. ബോയിൽസ് ലോയുടെ നിത്യജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കാലാവസ്ഥാ ബലൂണുകൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ വലിപ്പം കൂടുന്നു.
കാരണം കാലാവസ്ഥാ ബലൂണുകൾ കാലാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് നമ്മൾ അയക്കുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മർദ്ദം കുറവാണ്. അപ്പോൾ ഈ ബലൂണിനകത്തിരിക്കുന്ന ഗ്യാസിൻ്റെ വോളിയം എന്ത് ചെയ്യും? മർദ്ദം കുറയുന്ന സമയത്ത് വോളിയം കൂടും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? കാലാവസ്ഥ ബലൂണിന് വലിപ്പം കൂടും. അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള കുമിളകൾ മുകളിലേക്ക് വരുമ്പോൾ വലിപ്പം കൂടുന്നു. ഒരു പാത്രത്തിനകത്ത് വെള്ളം കുറേ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് ഭാഗത്ത് പ്രഷർ എന്തായിരിക്കും? ഇത്രയും ലെയർ ഓഫ് വാട്ടറിൻ്റെ പ്രഷർ ഏറ്റവും അടിത്തട്ടിലുണ്ടാവും അല്ലേ? അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്ത് പ്രഷർ കൂടുതലും ഏറ്റവും മുകളിൽ പ്രഷർ കുറവുമായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ഉണ്ടാവുന്ന ഒരു വാതക കുമിള മുകളിലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പ്രഷർ കുറഞ്ഞ ഭാഗങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ പ്രഷർ കുറയും തോറും ഈ കുമിളയ്ക്ക് അകത്തുള്ള വാതകത്തിൻ്റെ വ്യാപ്തം കൂടി വരും. അങ്ങനെ ഏറ്റവും മുകളിൽ എത്തുമ്പോഴത്തേക്കിനും ആ കുമിള പൊട്ടിപ്പോകുന്നു. ഓക്കെ, ഇതാണ് ബോയിൽസ് ലോൻ്റെ ഉദാഹരണം. ബോയിൽസ് ലോൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുക. കണ്ടില്ലേ? പ്രഷറും വോളിയവും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ബോയിൽസ് ലോൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ബോയിൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 കണക്കുകൾ കൂടെ നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ തന്നിട്ടുള്ളവയാണ്. ഒന്ന്, ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 1 ATM പ്രഷറിൽ 44 ലിറ്ററാണ്. മർദ്ദം 4 ATM ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. താപനില സ്ഥിരമാണ്. അപ്പോൾ നമുക്കിവിടെ ബോയിൽസ് ലോ യൂസ് ചെയ്യാം. ബോയിൽസ് ലോ പറഞ്ഞാൽ എന്താ? P1 V1 = P2 V2 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ P1 1 ATM, P2 അതായത് ആദ്യത്തെ V1 ആദ്യത്തെ വ്യാപ്തം 44 ലിറ്റർ കണ്ടോ. ഇനി രണ്ടാമത്തെ മർദ്ദം P2 എന്ന് പറയുന്നത് 4 ATM. കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ വ്യാപ്തം. ഈ അറിയുന്ന വാല്യൂ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. P1 ആയിട്ടുള്ള 1 ATM ഇൻറ്റു V1 ആയിട്ടുള്ള 44 = P2 ആയിട്ടുള്ള 4 പിന്നെ V2 കണ്ടോ. ഇനി ഈ V2നെ നമുക്ക് കണ്ടെത്തണം അല്ലേ? അപ്പോൾ നമ്മൾ 1 × 44 അതവിടെ കിടക്കട്ടെ. ഈ × 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ /4 ആവും. 1 × 44 എത്രയാ? 44 തന്നെ അല്ലേ? അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും 11 എന്ന് നമുക്ക് കിട്ടും. കണ്ടോ, ഉത്തരം എന്ന് പറയുന്നത് 11 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. ഉത്തരം എന്ന് പറയുന്നത് 11 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ മർദ്ദം 4 ATM ആയി വർദ്ധിപ്പിക്കുമ്പോൾ ഈ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം 11 ലിറ്റർ ആയിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം. ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം 1 ATM മർദ്ദത്തിൽ 1200 ലിറ്ററാണ്. ഈ വാതകത്തിൻ്റെ വ്യാപ്തം 30 ലിറ്ററാക്കി മാറ്റാൻ എത്ര മർദ്ദം പ്രയോഗിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താപനിലയിൽ മാറ്റമില്ല. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ബോയിൽസ് നിയമമാണ് എന്നുള്ളത്. അറിയണ കാര്യങ്ങൾ ആദ്യം എഴുതാം. P1 എത്രയാ? 1 ATM തന്നിട്ടുണ്ട്. ആദ്യത്തെ വ്യാപ്തം 1200 ലിറ്റർ. ഓക്കെ. രണ്ടാമത്തെ വ്യാപ്തം എത്രയാന്ന് തന്നിട്ടുണ്ട്? 30 ലിറ്റർ. അതും കൊടുത്തു. കണ്ടെത്തേണ്ടത് P2. അറിയണ കാര്യങ്ങൾ എഴുതാം. 1 × 1200 = P2 നമുക്കറിയാൻ പാടില്ല. P2 എന്നെഴുതുക. V2 എന്ന് പറയുന്നത് 30 ലിറ്റർ. നമുക്ക് എന്തെഴുതാം? 1 × 1200 ഇവിടെ ഇരിക്കുന്ന 30 ഇപ്പുറത്തേക്ക് വരുന്നു. 30 = P2 എന്ന് കിട്ടും. ഇത് വെട്ടിപ്പോവും. പിന്നെ ഇത് 1 × 120 തന്നെ. 120/3 ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ 12നെ 3 കൊണ്ട് കളയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഉത്തരം എന്തായിട്ട് മാറുന്നു? നമുക്ക് 40 ATM എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം 30 ലിറ്ററാക്കി മാറ്റാൻ 40 ATM മർദ്ദം നമ്മൾ അതിനകത്ത് പ്രയോഗിക്കണം എന്ന് മനസ്സിലാവുന്നു. അടുത്ത വാതക നിയമമാണ് ചാൾസ് നിയമം. നേരത്തെ നമ്മൾ ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് പ്രഷറും വോളിയവും തമ്മിലുള്ള വാല്യൂ ആണ് നോക്കിയതെങ്കിൽ ഇവിടെ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ടെമ്പറേച്ചറും വോളിയവും കൂടിയുള്ള ബന്ധമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒരു ഗ്ലാസ് കുപ്പിയുടെ മൂടിയിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിനകത്തൂടെ ഒരു ട്യൂബ് ഇടുന്നു. എന്നിട്ട് ഈ ട്യൂബിനകത്ത് നമ്മളൊരു ചെറിയ മഷിത്തുള്ളിയും ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാത്രത്തിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ നമ്മുടെ കൈയുടെ ചൂടാക്കിയാലും മതി. ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പാത്രത്തിനകത്തിരിക്കുന്ന ഈ ഒരു മഷി ഈ ചൂട് കാരണം ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകുന്നു. അതായത് ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഇതിനകത്തിരുന്ന ഈ പാത്രത്തിനകത്തിരുന്ന ഗ്യാസിൻ്റെ വോളിയം വർദ്ധിച്ചു. ഈ ഗ്യാസിലിരിക്കാൻ കൂടുതൽ സ്ഥലം ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഈ ട്യൂബിനകത്തേക്കും കൂടെ ആ ഗ്യാസ് കയറുന്നു. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന മഷിത്തുള്ളി അവിടുന്ന് മാറി മുകളിലേക്ക് പോകുന്നു. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് റീഫിൽ ഉറപ്പിച്ച ശേഷം ഒരു തുള്ളി മഷി ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതിനെ ചൂടാക്കുക. ആ സമയത്ത് വ്യാപ്തം കൂടണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം എന്നുള്ളൊരു തിയറി നമുക്ക് കിട്ടുന്നു. അപ്പോൾ ചാൾസ് ലോ പറയുന്നത് എന്താണ്? പ്രഷറിനെ, മർദ്ദത്തെ സ്ഥിരമാക്കി വെച്ചുകൊണ്ട് നമ്മൾ താപനില കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ വോളിയം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക്, ഡിഗ്രി സെൽഷ്യസിലല്ല, കെൽവിൻ സ്കെയിലിൽ എടുക്കണം.
കെൽവിൻ സ്കെയിലിലെ താപനിലയുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, നേരനുപാതത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിന് നമുക്ക് പണ്ടേ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി എന്ന് നമുക്ക് കിട്ടണം. കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്താൻ ഈ ടീനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. കണ്ടോ, വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് കിട്ടി. കണ്ടോ, അപ്പോൾ ഇവിടെ V1 ബൈ T1 ഈക്വൽ ടു V2 ബൈ T2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം കണ്ടില്ലേ, ഇവിടെ ഓരോരോ ടെമ്പറേച്ചറും അതിൻ്റെ ഇതും തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു കേവല പൂജ്യം. കേവല പൂജ്യം എന്ന് പറഞ്ഞാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം പൂജ്യമായിട്ട് മാറുന്ന താപനിലയാണ്. നമുക്കറിയാം, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ വോളിയം കുറയും. അങ്ങനെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു, വോളിയം കുറയുന്നു. അങ്ങനെ കുറഞ്ഞ് ഹൈപ്പോത്തറ്റിക്കലി വോളിയം പൂജ്യമായി മാറുന്ന അവസ്ഥയിലുള്ള ടെമ്പറേച്ചറാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെയാണ് ഒരു 0 കെൽവിൻ എന്ന് വിളിക്കുന്നത്. ഈ -273.15 നിന്നുമാണ് കെൽവിൻ സ്കെയിൽ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ കേവല പൂജ്യം എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസിനെയാണ്. കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്ന ടെമ്പറേച്ചർ സ്കെയിൽ ലോഡ് കെൽവിനാണ് ആവിഷ്കരിക്കുന്നത്. ഇത് പ്രകാരം ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ടെമ്പറേച്ചറിൻ്റെ കൂട്ടത്തിൽ 273 കൂട്ടിയാൽ കെൽവിൻ സ്കെയിൽ നമുക്ക് കിട്ടുന്നു. ഓക്കെ, കേവല പൂജ്യം 0 കെൽവിൻ, അതായത് 273 ഡിഗ്രി സെൽഷ്യസ്. ഈ 15 ഉണ്ട് കൃത്യമായിട്ടുള്ള കണക്കിൽ, പക്ഷേ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ 10 എന്ന് എടുക്കൂലേ കണക്ക് ചെയ്യാൻ എളുപ്പത്തിന്. അങ്ങനെ നമ്മൾ 273.15 273 എന്നും കൊടുക്കാറുണ്ട്. പരീക്ഷയ്ക്ക് 15 തന്നാൽ അത് ഉത്തരം എഴുതുക, 273 ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, 0 കെൽവിൻ എന്ന് പറയുമ്പോൾ -273 ഡിഗ്രി സെൽഷ്യസ്, അതിൻ്റെ വ്യാപ്തം 0. ജലത്തിൻ്റെ ദ്രവനില, അതായത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 273 കെൽവിനാണ്. ഡിഗ്രി സെൽഷ്യസിൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വ്യാപ്തം 115 ലിറ്റർ. ജലത്തിൻ്റെ തിളനില 373 കെൽവിൻ, സെൽഷ്യസ് സ്കെയിലിൽ 100 ഡിഗ്രി സെൽഷ്യസ്, വ്യാപ്തം 150 ലിറ്റർ എന്ന് കിട്ടുന്നു. കണ്ടോ, ചാൾസ് ലോയുടെ മാപ്പാണ് ഈ തന്നേക്കുന്നത്. കാരണം താപനിലയും വോളിയവും തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോവുക. ഇതിനെ നമ്മൾ ബാക്കിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, 0 വന്ന് ഹിറ്റ് ചെയ്യണത്, വോളിയം 0 ഹിറ്റ് ചെയ്യുന്നത് -273.15 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഗ്യാസുകളുടെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ P1 P2 P3 P4 കണ്ടോ, എല്ലാം വന്ന് -273.15 അവസാനിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കണക്കുകൾ നമുക്ക് ചെയ്താലോ. ഒന്നാമത്തെ ചോദ്യം, 27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം 150 ലിറ്ററാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയണ കാര്യങ്ങൾ ആദ്യം എഴുതാം. T1 27 ഡിഗ്രി സെൽഷ്യസ്, പിന്നെന്താ നിൽക്കുന്നത്, വ്യാപ്തം V1 എത്രയാ, 150 ലിറ്റർ. രണ്ടാമത്തെ താപനില നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഈ ചാൾസ് എന്താ പറഞ്ഞിട്ടുള്ളത്, എപ്പോഴും ഈ ഒരു നിയമപ്രകാരം കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചറിനെ കെൽവിൻ സ്കെയിലിൽ എടുക്കണേ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ താപനിലയായിട്ടുള്ള 27 ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂട്ടത്തിൽ 273 കൂടെ കൂട്ടി 300 കെൽവിൻ എന്ന് നമുക്ക് T1 കിട്ടുന്നു. ആദ്യത്തെ വ്യാപ്തം 150 ലിറ്റർ, രണ്ടാമത്തെ താപനില കണ്ടോ, താപനില കണ്ട അപ്പം കെൽവിൻ ആക്കിക്കോണം. 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂട്ടത്തിൽ 273 കൂട്ടി 273 എന്ന് കിട്ടും. ഫോർമുല നമുക്കറിയാം, ആ ഫോർമുലയ്ക്കകത്ത് അറിയുന്ന സാധനങ്ങളെ നമുക്ക് ഇട്ട് കൊടുക്കാം. V1 എന്ന് പറയുമ്പോഴത്തേക്കിനും 150 ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുന്നത് എത്രയാ, 300 ഈക്വൽ ടു, പിന്നെ നമുക്ക് എന്തറിയാം, V2 നമുക്കറിയാവോ, V2 അറിയില്ല, അത് കണ്ടെത്തണം. T2 എത്രയാ, 273. ഈ ഒരു കണക്ക് പ്രകാരം V2 കണ്ടെത്തണമെങ്കിൽ ഈ ഡിവൈഡഡ് ബൈ 273 ഇപ്പുറത്തേക്ക് വരണം. 150/300 ഇൻറ്റു 273 ഈക്വൽ ടു V2 കണ്ടോ. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ വെട്ടിയൊക്കെ കളയുമ്പോഴത്തേക്കിനും 136.15 ലിറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്തൊരു ചോദ്യം പിടിയാം. 300 കെൽവിൻ താപനിലയിൽ ഒരു നിശ്ചിത ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 60 ml ആണ്. ഏത് താപനിലയിലാണ് വാതകത്തിന്റെ വ്യാപ്തം 20 ml ആയി മാറുന്നത്? അറിയണ കാര്യങ്ങൾ ആദ്യം എഴുതാം. ആദ്യം നമുക്ക് T1 വേണം. ദൈവം സഹായിച്ചത് കെൽവിനിൽ തന്നെ തന്നിട്ടുണ്ട്, വേറെ സംസാരമില്ല. 300 കെൽവിൻ. ആദ്യത്തെ വ്യാപ്തം V1 60 ml ആണ്. രണ്ടാമത്തെ വ്യാപ്തം 20 ml ആണ്. T2 നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം V1/T1 ഈക്വൽ ടു V2/T2 എന്നാണ്. അറിയുന്ന കാര്യങ്ങളെല്ലാം അതിലിട്ട് കൊടുക്കാം. 60 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു പിന്നെ എത്രയാ, V2 20 ഡിവൈഡഡ് ബൈ T2 ആണ് നമുക്കറിയാൻ പാടില്ലാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ കണക്കിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് T2ൻ്റെ വാല്യൂ എത്ര കിട്ടും,
300/60. കാരണം ഇത് തിരിഞ്ഞു വരും അല്ലേ, T2ൻ്റെ വാല്യൂ അല്ലേ, 300/60 ഇൻറ്റു 20 ഈക്വൽ ടു T2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മളിതിനെ വെട്ടുമ്പോഴത്തേക്കിന് നമുക്ക് എത്ര കിട്ടും ഉത്തരം? 100 കെൽവിൻ എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. അപ്പോൾ 100 കെൽവിൻ താപനിലയിൽ വ്യാപ്തം 20 ml ആയി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ചാൾസ് ലോയുടെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കറക്റ്റ് ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ അങ്ങനെ തന്നെ, എന്നാലും കണ്ടോ, സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം 2 ഗ്രാഫുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ഓരോന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 1, താപനിലയും വ്യാപ്തവും തമ്മിൽ ഇവിടെയുള്ള ബന്ധം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ VT ഗ്രാഫാണ്. അപ്പോൾ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ പോയി. V/Tയും Tയും തമ്മിലുള്ള ഗ്രാഫ് നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ ഇങ്ങനെ പോയി. ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ഈ നിയമം പ്രസ്താവിക്കാൻ പറഞ്ഞു. V/Tയുടെ വിലയുടെ പ്രത്യേകത എന്താണ് എന്നും ചോദിച്ചു. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഈ ഗ്രാഫ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ, ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ നോക്കുന്ന സമയത്ത് ഇവർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് പറയാം ടെമ്പറേച്ചറും വോളിയവും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏത് നിയമമാണ്? ചാൾസ് ലോ അല്ലേ, എളുപ്പം ചാൾസ് ലോ എന്ന് നമുക്ക് പറയാം. നിയമം പ്രസ്താവിക്കുക എന്താണ്? നിശ്ചിതമായിട്ടുള്ളൊരു പ്രഷറിനകത്ത് വോളിയവും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കും. V/Tയുടെ വിലയുടെ പ്രത്യേകത എന്താണ്? V/T ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, കണ്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കണ്ടോ, ഉത്തരം അപ്പോൾ ഓരോന്ന് നോക്കാം. 1, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ താപനിലയും വ്യാപ്തവും നേരനുപാതത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഏത് ഗ്യാസ് ലോ ആണ്? ചാൾസ് ലോ ആണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. V ഈസ് പ്രൊപ്പോർഷണൽ ടു T എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ V/T എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിൻ്റെ പ്രത്യേകത അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. V/Tൻ്റെ വാല്യൂ കൂടുന്നോ കുറയുന്നോ ഇല്ല. കണ്ടോ, V/Tൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു എന്ന് രണ്ടാമത്തെ ഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, V/Tയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. ചാൾസ് ലോയുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു. കാരണം എന്താ, കൂടിയ മർദ്ദത്തിൽ വായു നിറച്ചു കഴിഞ്ഞാൽ വേനൽക്കാലമാണ് അല്ലേ, പുറത്തും ചൂടാണ്. അപ്പോൾ ടെമ്പറേച്ചർ കാരണം ടയറിനകത്തുള്ള വാതകത്തിൻ്റെ വോളിയം കൂടും, ഈ ഒരു ടയർ ബേസ്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, വേനൽക്കാലത്ത് കുറഞ്ഞ മർദ്ദത്തിലാണ് ടയറിനകത്ത് വായു നിറയ്ക്കുന്നത്. ദ്രാവക അമോണിയ കുപ്പികൾ തുറക്കുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നു. അമോണിയ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വാതകാവസ്ഥയിലിരിക്കുന്ന ഒരു സാധനമാണ്. അതിനെ കംപ്രസ് ചെയ്ത് പ്രഷർ ഉപയോഗിച്ച് അതിനെ ദ്രാവകമാക്കി മാറ്റിയേക്കുവാണ്. അമോണിയ ശ്വസിച്ചു കഴിഞ്ഞാൽ അത്ര നല്ല ഒരു ഗ്യാസ് അല്ല, വിഷമാണ്. അപ്പോൾ നമ്മൾ അമോണിയനെ ദ്രാവകമാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കുപ്പീനെ നമ്മൾ കൊടുക്കനെ തുറന്നു കഴിഞ്ഞാൽ ഈ അമോണിയ എന്താവും, പെട്ടെന്ന് ഗ്യാസായിട്ട് മാറിയിട്ട് മുഖത്തേക്ക് അടിക്കും അല്ലേ. അത് ഭയങ്കര അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം നമ്മൾ ഈ ദ്രാവക അമോണിയൻ്റെ കുപ്പീനെ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയുന്നതുകൊണ്ട് തന്നെ അകത്തുള്ള ദ്രാവക അമോണിയയുടെ വോളിയം കുറയും, കുറച്ചുകൂടി ഇങ്ങനെ സപ്രസ് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ അതിനെ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് പുറത്തേക്ക് ഇത് വരുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ടുള്ള വാതക നിയമമാണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത് വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു സ്ഥിര താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തമുള്ള ഏത് വാതകങ്ങളിലും തന്മാത്രയുടെ എണ്ണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും എന്ന് പറയുന്നു. സ്ഥിരമായി താപനിലയും വയ്ക്കുക, അതേപോലെ തന്നെ മർദ്ദവും വയ്ക്കുക, ടെമ്പറേച്ചറും വയ്ക്കുക, പ്രഷറും വയ്ക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് വോളിയം വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. തന്മാത്രകളുടെ എണ്ണത്തോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. V ഈസ് പ്രൊപ്പോർഷണൽ ടു N എന്ന് നമുക്ക് കിട്ടും. ഇതിൻ്റെ നിത്യജീവിതത്തിലുള്ള ഉദാഹരണങ്ങളാണ്. 1, ബലൂൺ ഊതി വീർപ്പിക്കുന്നത്. ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ കൂടുതൽ തന്മാത്രകളെ, വാതക തന്മാത്രകളെ നമ്മൾ ബലൂണിനകത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വോളിയം, ബലൂണിൻ്റെ വോളിയം കൂടുന്നു, ബലൂൺ വീർക്കുന്നു അല്ലേ. അപ്പോൾ വായുവിൻ്റെ അളവ് കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഫുട്ബോളിൽ വായു നിറയ്ക്കുന്നത് അല്ലേ, കൂടുതൽ വാതക തന്മാത്രകൾ ഇതിനകത്തേക്ക് നിറയ്ക്കുമ്പോൾ ഫുട്ബോളിൻ്റെ ആ ഒരു വോളിയം കൂടി വരുന്നു. ഇതൊക്കെയാണ് നിത്യജീവിതത്തിലെ അവഗാഡ്രോ നിയമത്തിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നു സംയോജിത വാതക സമവാക്യം അഥവാ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ബോയിൽ നിയമവും ചാൾസ് നിയമവും എല്ലാം കൂടെ സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നിയമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. ബോയിൽ നിയമപ്രകാരം നമുക്കറിയാം വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P. ചാൾസ് ലോ പ്രകാരം നമുക്കറിയാം വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു T. ഇതിനെ ഒന്നിച്ചെഴുതുക, അപ്പോൾ നമുക്ക് കിട്ടും വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു T/P എന്ന് കിട്ടും. ഇതാണ് സംയോജിത വാതക സമവാക്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊപ്പോർഷൻ നമുക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് V ഈസ് പ്രൊപ്പോർഷണൽ ടു T/P എന്നുള്ളതിനെ മാറ്റി V ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു T/P എന്ന് വയ്ക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ ഒരു ഭാഗത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? V
T/P ഈക്വൽ ടു, അപ്പോൾ എന്താ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് V ഈസ് പ്രൊപ്പോർഷണൽ ടു T/P എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊപ്പോർഷണൽ സൈന് നമുക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, ഇതിനെ ഈക്വൽ ടു ആയിട്ട് മാറ്റണം. അപ്പോൾ V ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു T/P എന്ന് കിട്ടുന്നു. ഇനി ഈ കോൺസ്റ്റൻറ്റിനെ ഒരു ഭാഗത്തേക്ക് ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ അടിയിലുള്ള P മുകളിലേക്ക് വരും. PV/T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് പറയാം P1 V1/T1 ഈക്വൽ ടു P2 V2/T2 എന്ന് നമുക്ക് കിട്ടുന്നു. കണ്ടോ, PV/T കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ P1 V1/T1 ഈക്വൽ ടു P2 V2/T2 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം ഒരു കണക്കും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇതും ബുക്കിൽ തന്നിട്ടുള്ള കണക്ക് തന്നെയാണ്. ചോദ്യം ഇതാണ്, ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം ഒരു ATM മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും 30 ലിറ്ററാണ്. എന്തൊക്കെ അറിയാം, V1 30 ലിറ്റർ, P1 എത്രയാ 1 ATM, പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അറിയാം T1 300 കെൽവിൻ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേക 30 ലിറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. 273 കെൽവിൻ താപനിലയിലും 0.5 ATM മർദ്ദത്തിലും ഈ വാതകത്തിൻ്റെ വ്യാപ്തം എന്താണെന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ നമുക്ക് T2 273 കെൽവിൻ എന്ന് കിട്ടുന്നു. അതേപോലെ തന്നെ പ്രഷർ നമുക്ക് എന്ത് തന്നിട്ട്, P2 എന്ന് പറയുന്നത് 0.5 ATM എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, ഇതിൻ്റെ രണ്ടാമത്തെ വ്യാപ്തം V2 എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. അറിയാവുന്ന ഇക്വേഷൻ എന്താ, P1 V1/T1 ഈക്വൽ ടു P2 V2/T2. ഇതല്ലേ അറിയാവുന്നേ. ഇതിനകത്ത് അറിയാവുന്ന വാല്യൂസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, 1 × 30 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു P2 എത്രയാണ് 0.5 ഇൻറ്റു V2 എത്രയാണ്, V2 നമുക്ക് അറിയാൻ പാടില്ല അല്ലേ, V2 ഡിവൈഡഡ് ബൈ 273 കെൽവിൻ. കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് വേണം, നമുക്ക് V2 മാത്രം കണ്ടെത്തണം. അപ്പോൾ നമുക്ക് 1 × 30/300 ഇൻറ്റു 273 മേലേക്ക് വരും ഡിവൈഡഡ് ബൈ 0.5 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കിന് നോക്കിയേ, ഇതിനകത്ത് ഓരോരോ വിലകൾ നൽകുക. അപ്പോൾ 1 × 30/300 ഈക്വൽ ടു 0.5 ഇൻറ്റു V2/23. V2ൻ്റെ വാല്യൂ 273 ഇൻറ്റു 30/300 ഇൻറ്റു 0.5 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ വെട്ടി ഇൻറ്റു ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും 54.6 ലിറ്റർ എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെടാം. നോക്കിയേ, 27 ഡിഗ്രി സെൽഷ്യസ് ഒരു ATM മർദ്ദം. ഇതിൽ വാതകത്തിൻ്റെ വ്യാപ്തം 100 ml ആണ്. 273 താപനിലയും 2 ATM മർദ്ദത്തിലും വാതകത്തിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? ഇവിടെയും V2 തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂ എല്ലാം നമ്മൾ എഴുതി. P1 ഒരു ATM, V1 100 ml, T1 300 കെൽവിൻ, P2 2 ATM, T2 273 കെൽവിൻ, V2 കണ്ടെത്തണം. നമുക്ക് ആകെ അറിയാവുന്നത് P1 V1/T1 ഈക്വൽ ടു P2 V2/T2 എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, അറിയാവുന്ന വാല്യൂ എല്ലാം അതിൽ കൊടുക്കുക. അപ്പോൾ 1 × 100/300 ഈക്വൽ ടു 2 × V2/273 എന്ന് നമുക്ക് കിട്ടും. കണ്ടോ, എന്നിട്ട് ഈ V2നെ മാത്രം നമുക്കൊരു ഭാഗത്തേക്ക് എടുക്കുക. അപ്പോൾ 273 ഇവിടെ ഡിവൈഡഡ് ആയതുകൊണ്ട് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും. ഇവിടെ കിടക്കുന്ന ഇൻറ്റു 2 എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. എന്നിട്ട് നമ്മൾ ഈ ഇൻറ്റു ഒക്കെ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്ന സമയത്ത് V2 ഈക്വൽ ടു എത്ര കിട്ടും, 45.5 ml എന്ന് നമുക്ക് കിട്ടും. ഇൻറ്റു ചെയ്യണമെന്നും വെട്ടിക്കളയുന്നൊന്നും പഠിപ്പിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. നമുക്ക് ഉത്തരം എത്ര കിട്ടും, 45.5 ml എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. വാതകത്തിൻ്റെ വ്യാപ്തം 45.5 ml ആയിരിക്കണം. ഓക്കെ, ഇതാണ് V2. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് വാതക നിയമങ്ങളും മോൾ സങ്കല്പവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും, വേറെ സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ SCRT-യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാതക നിയമങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള മോൾ കൺസെപ്റ്റാണ് ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് SCRT സീരീസിൻ്റെ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.